ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേണിംഗ് ടെക്കിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നോക്കാം. അതിൻ്റെ ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും ഒക്കെ നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു പ്രോസസ് ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കൺട്രോളിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ് വിത്ത് എ വ്യൂ ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് ആൻഡ് മോണിറ്ററിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഇത്രയും കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ബിസിനസ്. അതായത് അതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്സ് എല്ലാം കളക്ട് ചെയ്ത് അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Financial management is that the area of business management devoted to a judicious use of capital and a careful selection of the source of capital in order to spending unit to move in the direction of reaching goals. ഇങ്ങനെ പറഞ്ഞാണ് JF ബ്രാൻഡ്ലി പറഞ്ഞതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദാറ്റ് ഏരിയ ഓഫ് ബിസിനസ് മാനേജ്. അതൊരു ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഏരിയ ആണ്. ഡിവോട്ടഡ് ടു എ ജുഡീഷ്യസ് യൂസ് ഓഫ് ക്യാപിറ്റൽ. വളരെയധികം ബുദ്ധിപരമായിട്ട് മൂലധനം ഉപയോഗിച്ച് അതിൽ നിന്ന് ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് JF ബ്രാൻഡ്ലി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എസ്റ്റിമേഷൻ ഓഫ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് എസ്റ്റിമേഷൻ ഓഫ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ്. എ ഫിനാൻസ് മാനേജർ ഹാസ് ടു മേക്ക് എസ്റ്റിമേഷൻ വിത്ത് റിഗാർഡ്സ് ടു ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കമ്പനി. This will depend upon the expected cost and profits and future programs and policies of a concern. Estimation have to be made in an adequate manner which increase earning capacity of an enterprise. അതായത് ഫിനാൻഷ്യൽ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് മൂലധനം കണ്ടെത്തുക. അത് എങ്ങനെയുള്ളതായിരിക്കണം? അതിനകത്തുനിന്ന് അതുപയോഗിച്ച് എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൂലധനം ശേഖരിക്കുക. ക്യാപിറ്റൽ ഉണ്ടാക്കുക എന്നുള്ളത് ആരുടെ ജോലിയാണ്? ഫിനാൻഷ്യൽ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നിട്ട് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എക്സ്പെക്റ്റഡ് കോസ്റ്റ് ആൻഡ് എത്ര കോസ്റ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും, അതിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീക്കാമെന്നുള്ള കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത് ആരാണ്? ഫിനാൻസ് മാനേജറാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഡിറ്റർമിനേഷൻ ഓഫ് ക്യാപിറ്റൽ കോമ്പസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂലധനം ഷോർട്ട് ടൈമിലെടുക്കാം, ലോങ് ടൈമിലെടുക്കാം. അപ്പോൾ അത് ഏത് ടൈമിലുള്ള മൂലധനം ഏത് ടൈമിലാണ് ഡെപ്റ്റ് എടുക്കേണ്ടതെന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഫിനാൻസ് മാനേജറാണ്. അതാണ് ഈ പറയുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് ക്യാപിറ്റൽ കോമ്പസിഷൻ. വൺസ് ദ എസ്റ്റിമേഷൻ ഹാവ് ബീൻ മെയ്ഡ്, ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഹാവ് ടു ബി ഡിസൈഡഡ്. This involves short-term and long-term debt equity analysis. This will depend upon the proportion of equity capital a company is possessing and additional funds which have to be raised from outside parties. അതായത് നമ്മളിപ്പോൾ ബാങ്കിൽ നിന്നാണെങ്കിൽ ലോൺ എടുക്കുന്നതെങ്കിൽ അതിൽ ഷോർട്ട് ടൈം പീരീഡിലാണ് അടയ്ക്കുന്നത്, ലോങ് ടൈം പീരീഡിലാണ് അടയ്ക്കുന്നത്, അതൊക്കെ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ലോങ് ടൈം ഡെപ്റ്റ് ആണോ ഷോർട്ട് ടൈം ഡെപ്റ്റ് ആണോ എന്ന് നോക്കുക. അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ട്, ലോസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഇതിൽ നിന്നൊരു തീരുമാനം എടുക്കേണ്ടത്. എന്നിട്ട് ആ ഫണ്ട് കൊണ്ട് തന്നെ ഈ കമ്പനി പ്രോപ്പറായിട്ട് വർക്കിംഗ് ആവുമോ, അല്ലെങ്കിൽ ഇനി വേറെ ഔട്ട്സൈഡ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ആരാണ്? ഫിനാൻസ് മാനേജറാണ്. ഡിറ്റർമിനേഷൻ ഓഫ് ക്യാപിറ്റൽ കോമ്പസിഷൻ ഇതിനകത്ത് പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നെക്സ്റ്റ് വൺ, സോഴ്സ് ഓഫ് ഫണ്ട്സ്. ഫോർ അഡീഷണൽ ഫണ്ട്സ് ടു ബി പ്രൊക്യൂർഡ്, എ കമ്പനി ഹാസ് മെനി ചോയ്സസ് ലൈക്ക്. അതായത് കൂടുതൽ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് പല ചോയ്സസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ലോൺസ് ടു ബി ടേക്കൺ ഫ്രം ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് ഡിപ്പോസിറ്റ് ടു ബി വിഡ്രോൺ like in form of bonds. Choice of factor will depend on the relative merits and demerits of each source and period at financing. അതായത് നമുക്ക്
ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ലോൺ എടുക്കാം. അത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അല്ലാതെ എന്തുവാ പബ്ലിക് ഡിപ്പോസിറ്റ് ആയിട്ടുള്ള ബോണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ പല പല മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും എല്ലാം നോക്കിയിട്ട് വേണം ഒരു മെത്തേഡ് ചൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഫിനാൻസ് മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്. അപ്പോൾ ഫംഗ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്? എസ്റ്റിമേഷൻ ഓഫ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ആദ്യം ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യുക, അത് എത്ര എമൗണ്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എസ്റ്റിമേറ്റ് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിനേഷൻ ഓഫ് ക്യാപിറ്റൽ കോമ്പോസിഷൻ. അത് ലോങ് ടേം ഡെപ്റ്റ് വേണം, ഷോർട്ട് ടേം ഡെപ്റ്റ് വേണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക. പിന്നെ അത്രയും ഫണ്ട് കൊണ്ട് തന്നെ കാര്യങ്ങൾ നിൽക്കുമോ, ഇനി എക്സ്ട്രാ ഫണ്ട് ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, സോഴ്സ് ഓഫ് ഫണ്ട്. ഏത് സോഴ്സിൽ നിന്നാണ് ഫണ്ട് എടുക്കേണ്ടത്? ബാങ്ക് ലോണാണോ അതോ ബോണ്ടാണോ എക്സ്റ്റേണൽ പാർട്ടീസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. The finance manager has to decide to allocate funds into profitable ventures so that there is safety and on investment and regular returns is possible. അത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? അത് നഷ്ടമുണ്ടാകാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പം ഫണ്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വിശ്വാസ്യത ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഫിനാൻഷ്യൽ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. Next one, disposal of surplus. The net profit decision has to be made by the finance manager. This can be done in two ways. അതായത് ഡിസ്പോസൽ ഓഫ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ആർക്ക്? ഷെയർ ഹോൾഡേഴ്സിനും അതിനകത്ത് മുതൽ മുടക്കിയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഡിസ്പോസൽ ഓഫ് സർപ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് രണ്ട് മെത്തേഡ്സ് ആണ് പറയുന്നത്: ഡിവിഡൻഡ് ഡിക്ലറേഷൻ ആൻഡ് റീറ്റേൺ പ്രോഫിറ്റ്സ്. ഡിവിഡൻഡ് ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഇൻക്ലൂഡ്സ് ഐഡൻറ്റിഫൈ ദ റേറ്റ് ഓഫ് ഡിവിഡൻസ് ആൻഡ് അതർ ബെനിഫിറ്റ്സ് ലൈക്ക് ബോണസ്. അതായത് കിട്ടുന്ന സർപ്ലസിനകത്ത് നിന്ന് ഒരു ഇത്ര ഭാഗം അതിനകത്ത് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നവർക്ക് ഇത്ര ഭാഗം കൊടുക്കുക എന്നുള്ളതാണ് ഡിവിഡൻഡ് ഡിക്ലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ടേൺ പ്രോഫിറ്റ്സ്. ദ വോളിയം ഹാസ് ടു ബി ഡിസൈഡഡ് വിച്ച് വിൽ ഡിപ്പെൻഡ് അപ്പോൺ എക്സ്പാൻഷൻ, ഇന്നോവേഷണൽ, ഡൈവേഴ്സിഫിക്കേഷൻ പ്ലാൻസ് ഓഫ് ദി കമ്പനി. നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്. Finance manager has to make decision with regards to cash management. Cash is required for many purposes like payments of wages and salaries, payment of electricity and water bills, payment to creditors, meeting current liabilities, maintenance of enough stock, purchase of raw material, etc. മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്. ഫിനാൻസ് മാനേജറിന് ആണ് ഡിസിഷൻ എടുക്കേണ്ടത്. എന്തിനു വേണ്ടി? ക്യാഷ് മാനേജ് ചെയ്യാൻ വേണ്ടി. എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം? ആ ഉള്ള തുക വെച്ചിട്ട് എന്തൊക്കെ ചെയ്യണം? സാലറീസ് കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, എല്ലാ ലയബിലിറ്റീസും പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ സോൾവ് ചെയ്യണം. അതാണ് ഫിനാൻസ് മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി, മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ കൺട്രോൾസ്. ദ ഫിനാൻസ് മാനേജർ ഹാസ് not only to plan, procure and utilize the funds, but he also has to exercise control over finances. This can be done through many techniques like ratio analysis, financial forecasting, cost and profit control. നെക്സ്റ്റ് വണ്ണാണ് ഫിനാൻഷ്യൽ കൺട്രോൾസ്. ഫിനാൻസ് മാനേജറിന് എന്താ? ഹാസ് നോട്ട് ഓൺലി ടു പ്ലാൻ, പ്രൊക്യൂർ ആൻഡ്, അതായത് ഫിനാൻസ് മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ആർക്കൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് പോകണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിനെല്ലാം ഒരു കൺട്രോൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻഷ്യൽ കൺട്രോൾ, അത് ഫിനാൻസ് മാനേജർ ഉള്ള എമൗണ്ട് വെച്ച് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതായത് ഇപ്പോൾ ഇത്തരം പൈസ ചിലവാക്കി കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ക്യാഷ് ഉണ്ടാകുമോ? ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ ക്യാഷ് ഉണ്ടാകുമോ? ഇതെല്ലാം ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫിനാൻസ് മാനേജർ ക്യാഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ, ക്യാഷ് ചിലവാക്കാൻ പാടുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് വൺ, പ്രൊമോട്ടിംഗ് സേവിങ്സ്. Savings are possible only when the business concerned earns higher profitability and maximizing wealth. Effective financial management helps to be promoting and mobilizing individual and corporate savings. Savings are responsible only when the business concerns earns higher profitability and maximizing wealth. അതായത്
എപ്പോഴും ഒരു ഫിനാൻസ് മാനേജർ സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. കിട്ടിയിരിക്കുന്നതിനകത്ത് നിന്ന് ഒരു നിശ്ചിത ഭാഗം മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റ് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് വൺ, ക്രിയേറ്റിംഗ് റിസർവ്സ്. One of the objective of financial management is to create reserves. The company must not distribute the full profit as a dividend to the shareholders. It must keep a part of a profit as reserves. Reserves can be used for future growth and expansion. It can also be used to face contingencies in the future. അതായത് ഇത് തന്നെയാണ് സേവിങ്സ് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ റിസർവ്സ് ഉണ്ടാവണം. അതായത് ഒരു എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് കമ്പനിക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി ചെയ്തു വെക്കണം. അതാണ് ക്രിയേറ്റിംഗ് റിസർവ്സ് എന്ന് പറയുന്നത്. ഉള്ള പ്രോഫിറ്റ് എല്ലാം എല്ലാവർക്കും അന്നേരം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാതെ അതിൽ നിന്ന് റിസർവ് ആയിട്ട് കുറച്ച് എമൗണ്ട് മാറ്റി വെക്കണം. എന്തിനു വേണ്ടിയാണ്? ഓൾസോ ബി യൂസ് ടു ഫേസ് കണ്ടിൻജൻസീസ് ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി റിസർവ്സ് എപ്പോഴും കയ്യിലുണ്ടാവണം. നെക്സ്റ്റ് വൺ, പ്രോപ്പർ കോർഡിനേഷൻ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മസ്റ്റ് ട്രൈ ടു ഹാവ് പ്രോപ്പർ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി കമ്പനി. അതായത് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിന് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊരു കോർഡിനേഷൻ വേണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എന്തൊക്കെയായിരുന്നു ഫങ്ഷൻസ്? ആദ്യം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക. അതിനുശേഷം ക്യാപിറ്റൽ കോമ്പസിഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് ക്യാപിറ്റൽ കോമ്പസിഷൻ എടുക്കുക. അതെങ്ങനെയായിരിക്കണം? നമുക്ക് ഏതൊക്കെ മാർഗ്ഗങ്ങളിൽ നിന്ന് എടുക്കാമെന്ന് നോക്കുക. അതായത് ലോങ് ടൈം ഡെപ്റ്റ് വേണോ, ഷോർട്ട് ടൈം ഡെപ്റ്റ് വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക. ഏതൊക്കെ ചോയ്സ് ഫണ്ട്, ഏതൊക്കെ ചോയ്സസ് ആയിട്ട് എടുക്കണം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫ്യൂച്ചറിൽ പ്രോഫിറ്റബിളായിട്ട് വരുന്ന രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് വേണം. നെക്സ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് എന്താ? ഡിസ്പോസൽ ഓഫ് സർപ്ലസ്. അത് പ്രോഫിറ്റ് വന്നത് എങ്ങനെ ഡിവൈഡ് ചെയ്യണം? 2 മെത്തേഡുണ്ട്, ഡിവിഡൻഡ് ഡിക്ലറേഷൻ ആൻഡ് റീറ്റൈൻഡ് പ്രോഫിറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും കിട്ടുകയും വേണം, പക്ഷേ ഓവറായിട്ടത് ഒരു കൺട്രോളിൽ ചിലവാക്കുകയും വേണം. ഫിനാൻഷ്യൽ കൺട്രോൾസ് വേണം. നെക്സ്റ്റ് വന്ന് ക്രിയേറ്റിംഗ് റിസർവ്സ് വേണം. അതായത് കുറച്ച് പൈസ റിസർവ് ചെയ്ത് വെക്കണം, സേവിങ്സ് ഉണ്ടാവണം. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഹാസ് ട്രഡീഷണലി ബീൻ ആർഗ്യൂഡ് ദാറ്റ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എ കമ്പനി ഈസ് ടു ഏൺ പ്രോഫിറ്റ്. ഹെൻസ് ദ objective of financial management is also profit maximization. This implies that the finance manager has to make his decision in a manner so that profits of the concern are maximized. Each alternative, therefore, is to be seen as to whether or not it gives maximum profit. However, profit maximization cannot be the sole objective of a company. It is best a limited objective. If a profit is given undue importance, a number of problems can arise. Some of them are, അതായത് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫിനാൻഷ്യൽ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് എല്ലാ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും നമുക്ക് എപ്പോഴും ഈച്ച് ഓൾട്ടർനേറ്റീവ് ദെർഫോർ ഈസ് ടു ബി സീൻ ടു വെദർ ഓർ നോട്ട് ഇറ്റ് ഗീവ്സ് മാക്സിമം പ്രോഫിറ്റ്. നമുക്ക് എപ്പോഴും ഒരു കമ്പനി പ്രോഫിറ്റിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും ലിമിറ്റഡ് ഒബ്ജക്റ്റീവ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഇല്ലാതെ പ്രോഫിറ്റ് ഒക്കർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. അതായത് it is best a limited objective. If a profit is given undue importance, a number of problems can arise. Some of them are, the term profit is vague. It does not clarify what exactly it means. ഓരോ സമയത്ത് ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ വ്യത്യാസം ഉണ്ടാകും. സീസൺ വരുമ്പോൾ അങ്ങനെയുള്ള പ്രോഫിറ്റ്സ് ഉണ്ടാകും. ഓരോ ടൈമിൽ പ്രോഫിറ്റിൽ വേരിയേഷൻ ഉണ്ടാകും. അത് നമുക്കൊരിക്കലും
ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഹാസ് ടു ബി അറ്റംപ്റ്റ് വിത്ത് ദ റിയലൈസേഷൻ ഓഫ് റിസ്ക് ഇൻവോൾവ്. അതായത് ഒരു പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അത് അത്രയും റിസ്ക് ഫാക്ടർ എടുത്ത് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും റിട്ടേൺ കിട്ടണമെന്നില്ല. ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ റിട്ടേൺസ് വരും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം വരുന്നുണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആസ് ആൻ ഒബ്ജക്റ്റീവ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓഫ് ടൈം പാറ്റേൺസ് ഓഫ് റിട്ടേൺസ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആസ് ആൻ ഒബ്ജക്റ്റീവ് ഈസ് ടു നാരോ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് വളരെ നാരോ മൈൻഡഡ് ആണ്. അതായത് നമുക്ക് അത് എപ്പോഴും പ്രെഡിക്റ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നെക്സ്റ്റ് വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പോൾ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അത് എപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും മാക്സിമം റിസ്ക് ഫാക്ടേഴ്സ് എടുത്ത് അത് പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുവരാൻ സാധിക്കണം. അത്രയാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ വെൽത്ത് മാക്സിമൈസേഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് വാല്യൂ ആസ് നെറ്റ് Next one is wealth maximization. It is known as value or net present maximization. The shareholders' wealth are the result of cost benefit analysis adjusted with their timing and risk. That is the time value of money. Wealth maximization എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള അതിനകത്തുള്ള മെമ്പേഴ്സിനും ഒരു വിശ്വാസ്യത ഉണ്ടാവും. അത് ആ ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ അത് ഒരുപാട് സഹായിക്കും. നെക്സ്റ്റ് വൺ വെൽത്ത് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ്. വെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ്, ഇപ്പോഴുള്ള വിലയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ബെനിഫിറ്റ്സ് മെഷേർഡ് ബൈ ദ ഫിനാൻസ് മാനേജേഴ്സ് ആർ ഇൻ ടേംസ് ഓഫ് ക്യാഷ് ഫ്ലോ. ഫിനാൻസ് മാനേജർ ഷുഡ് എംഫസൈസ് on cash flow for investment or finance decisions, not on accounting profit. The shareholder value maximization model holds the primary goal of the firm is to maximize its market value and implies that the business decision should seek to increase the net present value of the economic profits of the firm. So the measuring and maximizing the shareholders' wealth finance manager should follow. അതായത് നമുക്ക് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് പൈസ വൻകിട ആൾക്കാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് സാധാരണ ആൾക്കാർക്കും വിശ്വാസ്യത ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ പ്രാവശ്യവും പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ അതിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള കഴിവ് ആർക്കുണ്ടാവണം? ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ക്യാഷ് ഫ്ലോ അപ്രോച്ച് ഓൺ നോട്ട് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അതാണ് ക്യാഷ് ഫ്ലോ അപ്രോച്ച് നോട്ട് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അതായത് നമുക്ക് പ്രോഫിറ്റിനനുസരിച്ച് ക്യാഷ് ഫ്ലോ എങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് കിട്ടുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻ ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. നെക്സ്റ്റ് വൺ ഡിസിഷൻസ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് 3 ഡിസിഷൻസ് ആണ് മെയിനായിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഉണ്ട്, ഫിനാൻസിങ് ഡിസിഷൻസ് ഉണ്ട്, ഡിവിഡൻഡ് ഡിസിഷൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. It begins with a determination of the total amount of assets needed to be held by the firm. In other words, investment decisions relate to the selection of assets on which a firm will invest fund. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്തിനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റിലേറ്റഡ് ടു ദ സെലക്ഷൻ ഓഫ് അസറ്റ്സ്. എങ്ങനത്തെ ഉള്ള അസറ്റാണ് എടുത്തിരിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് വരുന്നത്. പിന്നെ എങ്ങനെയാണ് ആ അസറ്റ്സ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഫണ്ടിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് വരുന്നത്. ദ റിക്വയർഡ് അസറ്റ്സ് ഫോൾ ഇൻ ടു 2 ഗ്രൂപ്പ്സ്. ലോങ് ടേം അസറ്റ്സ് ഉണ്ട്, ഷോർട്ട് ടൈം അസറ്റ്സ് ഉണ്ട്. ലോങ് ടേം അസറ്റ്സ് വിച്ച് ഇൻവോൾവ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഈൽഡ് എ റിട്ടേൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചർ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം അസറ്റ്സ് ഇസ് പോപ്പുലർലി നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതായത് ലോങ് ടേം അസറ്റിൻ്റെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് ടേം അസറ്റിൻ്റെ പറയുന്ന പേരാണ്
POK ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. ലോങ് ടേം അസറ്റിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. It may be defined as the firm's decisions invest its current funds and efficiently in fixed assets with an expected flow of benefits over a series of years. Next one, short term assets. Short term assets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that can be converted into cash with a financial year without diminution in value. Investment in current asset is popularly known as working capital management. കറണ്ട് അസറ്റിനെ പറയുന്ന പേരെന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ലോങ് ടേം അസറ്റ് എന്തുവായിരുന്നു പറഞ്ഞിരുന്നത്? ലോങ് ടേം അസറ്റിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും കറണ്ട് അസറ്റിനെ പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദ മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ്സ്. ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ആർ ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. റിസ്ക് ആൻഡ് റിട്ടേൺ മൂവ് ഇൻ ടാൻഡം. ഹയർ ദ റിസ്ക് ഹയർ ദ റിട്ടേൺ, ലോവർ ദ റിസ്ക് ലോവർ ദ റിട്ടേൺ. റിസ്ക് കൂടുതലെടുത്തു കഴിഞ്ഞാൽ റിട്ടേൺസ് കൂടുതലുണ്ടാവും, പക്ഷേ റിസ്ക് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ റിട്ടേൺസും കുറയും. നെക്സ്റ്റ് വൺ, ഫിനാൻസിങ് ഡിസിഷൻസ്. ആഫ്റ്റർ estimation of the amount required and the selection of assets required to the purchased, the next financing decisions come into the picture. It is related to the financing mix of capital structure or leverage. Financial manager has to determine the proportion of debt and equity in capital structure. അതായത് ബാധ്യതകൾ എങ്ങനെയാണ് അതൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാനുള്ള ഒരു തീരുമാനമായിരിക്കണം ഫിനാൻഷ്യൽ മാനേജർ എപ്പോഴും എടുക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഓൺ ഒപ്റ്റിമം ഫിനാൻസ് മിക്സ് വിച്ച് മാക്സിമൈസസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അതായത് അങ്ങനെ കൊണ്ടുപോകുമ്പം ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും. എ പ്രോപ്പർ ബാലൻസ് വിൽ ഹാവ് ടു ബി സ്ട്രക്ക് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. എപ്പോഴും റിസ്ക്കും റിട്ടേണും തമ്മിൽ ഒരു ബാലൻസിൽ വേണം പോകാനും. ഹയർ റിസ്ക് നല്ല റിട്ടേൺ ഉണ്ടാവണം. ഡിഫറെൻറ്റ് ഫീസിബിൾ കോമ്പിനേഷൻസ് ഓഫ് റേസിംഗ് റിക്വയർഡ് ഫണ്ട്സ് മസ്റ്റ് ബി കെയർഫുള്ളി ഇവാലുവേറ്റഡ് ആൻഡ് ആൻ ഒപ്റ്റിമൽ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ട് ഷുഡ് ബി സെലക്റ്റഡ്. The optimal capital structure is one which minimizes overall cost of capital and maximizes firm's value. Capital structure decisions gives rise to financial risks on a firm. Next one, dividend decisions. Dividend decisions നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ദിസ് ഈസ് ദ തേർഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ് ഡിവിഡൻഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. വിച്ച് റിലേറ്റ്സ് ടു ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ്സ് which are available for distribution to equity shareholders. Payment of dividends should be analyzed in relation to the financial decisions of a firm. There are two options available in dealing with the net profit of a firm. Distribution of profit as dividend to the ordinary shareholders where there is no need of retention of earnings or they can retain in the firm itself if they are required for financing of any business activities. Dividend decision എടുക്കുമ്പോൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സർപ്ലസ് ആയിട്ട് വരുന്ന പ്രോഫിറ്റൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും കൊടുക്കണം. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും എങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് എടുക്കണം? ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് പ്രയോറിറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അവർക്ക് വിശ്വാസ്യത ഉണ്ടാവുകയും അത് അവിടെ തന്നെ ഇടുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ആകെപ്പാടെ കുളമാകും. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ബട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻസ് ഓർ റിട്ടൈനിങ് ഷുഡ് ബി ഡിറ്റർമിൻ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദി ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഫിനാൻഷ്യൽ മാനേജർ ഷുഡ് ഡിറ്റർമിൻ ദ ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി വിച്ച് മാക്സിമൈസ് market value of the share, thereby market value of the firm. A finance manager has to decide what percentage of or after tax profit is to be retained in the business to meet future investment requirements and what proportion has to be distributed as dividend among shareholders. അതായത് ഫിനാൻഷ്യൽ മാനേജറാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ടായി അതിൽ എത്ര ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, ബാക്കി എത്ര ഭാഗം മാറ്റി വെക്കണം, എത്ര ഭാഗം സേവിങ്സ് ആയിട്ട് വെക്കണം, എത്ര ഭാഗം റിസർവായിട്ട് സൂക്ഷിക്കണം. അങ്ങനെയുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കേണ്ടത് ആരാണ്? ഫിനാൻസ് മാനേജറാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്
ഡിസിഷൻസ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എത്രയുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുണ്ട്, പിന്നെ രണ്ടാമത്തെ എന്തുവാ, ഫിനാൻസിങ് ഡിസിഷനുണ്ട്, ഡിവിഡൻഡ് ഡിസിഷനുണ്ട്. ഇത് മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മയിൽ വെക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്